നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തോമസ് മുള്ളർ ബയേൺ മ്യൂണിക്ക് വിടുകയാണ്. റൂമറല്ല, ഒഫീഷ്യലാണ്. മുള്ളർ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. 2000 ആണ്ടിൽ ബയേൺ മ്യൂണിക്കിൻ്റെ യൂത്ത് ടീമിലേക്ക് എത്തിയ താരം പിന്നീട് സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് കളിച്ചത്. തൻ്റെ സീനിയർ ഫുട്ബോളിൽ നീണ്ട കാലം അവിടെ ചിലവഴിച്ചിട്ട് അനവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയതിന് ശേഷം മുള്ളർ ഇതാ ബയേണിൻ്റെ പടിയിറങ്ങുകയാണ്. അദ്ദേഹം തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ 25 വർഷക്കാലത്തെ ബയേൺ മ്യൂണിക്കിലെ പ്ലെയർ എന്നുള്ള ആ കരിയർ ഈ സമ്മറോടുകൂടി അവസാനിക്കുകയാണ്. അതൊരു ഇൻക്രെഡിബിൾ ജേണിയായിരുന്നു. യുണീക്ക് എക്സ്പീരിയൻസ് ഉള്ള അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ജേണി അവസാനിക്കുന്നു. ഐ ഫീൽ എനോർമസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം അടുത്ത സമ്മറിൽ എന്ന് പറയുമ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കില്ല എന്ന ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം ബയേൺ തന്നെ ഒഫീഷ്യലായിട്ട് അറിയിക്കുകയുണ്ടായി. അതിലവർ പറയുന്നത് തോമസ് മുള്ളർ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബയേൺ മ്യൂണിക്കിനായിട്ട് കളിക്കും. അതിനുശേഷം ജൂലൈയിലായിരിക്കും അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവുക. ഇത് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറിൻ്റെ അവസാനമാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ടാവും. 35 വയസ്സാണ് ഇപ്പോൾ താരത്തിനുള്ളത്. ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തൻ്റെ കരിയറിൻ്റെ അവസാന ഭാഗം മറ്റൊരു ക്ലബ്ബിൽ കളിക്കാൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറാണ്. അത്തരം ഒരു ആശയത്തിന് അദ്ദേഹം ഓപ്പണപ്പാണ്. അദ്ദേഹം അത് പരിഗണിക്കുന്നുണ്ട്. MLS അദ്ദേഹത്തിന് മുന്നിലുള്ള ഓപ്ഷനുകളിൽ ഒന്നാണ് എന്നുകൂടി ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ കുറിക്കുന്നു. ഏതായാലും ഒരു ലെജൻഡ് കൂടി തൻ്റെ ക്ലബ്ബ് വിടുകയാണ്. ഇന്നലെയാണ് കെവിൻ ഡി ബ്രൂയിനെ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നിതാ തോമസ് മുള്ളർ ബയേൺ മ്യൂണിക്ക് വിടുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.